ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു ലക്ഷ്യ സ്കൂൾ പ്ലസ്. 5 മിനിറ്റുള്ളിൽ നമുക്ക് 8 മാർക്ക് കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്താലോ? ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്ക് P&L അക്കൗണ്ടും ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും അതുപോലെ ബാലൻസ് ഷീറ്റും ഉണ്ടാക്കാൻ വേണ്ടിയാണ്. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമ്മുടെ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് ഒരു ട്രയൽ ബാലൻസ് തന്നിട്ട് അതുപോലെ തന്നെ നമുക്കൊരു 4 അഡ്ജസ്റ്റ്മെന്റുകൾ തന്നിട്ടുണ്ട്. നമുക്ക് വേഗം എന്ത് ചെയ്യാം, നമ്മുടെ ക്വസ്റ്റ്യനിലൂടെ കടന്നു പോകാം. ആദ്യം ക്വസ്റ്റ്യൻ കിട്ടുന്ന സമയത്ത് ഓരോ ട്രാൻസാക്ഷനും ഓരോ ഐറ്റവും എവിടെയാണ്, ഏത് അക്കൗണ്ടിലാണ് വരുന്നത് എന്ത് ചെയ്യണം, നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. സോ ഞാൻ ഓരോന്നും നോട്ട് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ട്രേഡിംഗ് അക്കൗണ്ടിൽ ഏതാണ് വരുന്നത്, P&L ഏതാണ് വരുന്നത്, ബാലൻസ് ഷീറ്റിൽ ഏതാണ് വരുന്നത് എന്നുള്ള കാര്യം ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. സോ ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് പോകുന്ന സമയത്ത് ഫസ്റ്റ് വി ആർ സ്റ്റാർട്ടിംഗ് ഫ്രം ദ പർച്ചേസസ്. 50,000 നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ പർച്ചേസ് കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് മുൻപായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഓപ്പണിംഗ് സ്റ്റോക്ക് എഴുതണം. സോ ഓപ്പണിംഗ് സ്റ്റോക്ക് 10,000 രൂപയാണ്. ആ 10,000 രൂപ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഓപ്പണിംഗ് സ്റ്റോക്ക് ആയിട്ട് എഴുതിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം ഓപ്പണിംഗ് സ്റ്റോക്കും പർച്ചേസും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ടുള്ള എല്ലാ എക്സ്പെൻസുകളാണ് എഴുതേണ്ടത്. സോ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് നമുക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള എക്സ്പെൻസ് ആയിട്ട് കാണാൻ വേണ്ടി പറ്റുന്നത് വേജസ് ആണ്, 4,000 രൂപ. സോ വേജസ് നോക്കുന്ന സമയത്ത് ഇവിടെ വേജസ് ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറഞ്ഞൊരു അഡ്ജസ്റ്റ്മെന്റ് കാണാം. സോ നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്ത് കൊടുക്കണം. സോ വേജസ് അക്കൗണ്ട് നമ്മൾ എഴുതിയിട്ടുണ്ട് 4,000 രൂപ, ആഡ് ഔട്ട്സ്റ്റാൻഡിംഗ് 1,000, 5,000 രൂപ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. സോ അതിനുശേഷം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ക്യാരേജ് ഇൻവേർഡ് എന്ന് പറയുന്ന ഡയറക്റ്റ് എക്സ്പെൻസ് ഉണ്ട്. ക്യാരേജ് ഇൻവേർഡ് എന്താണ്, ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ക്യാരേജ് ഔട്ട്വേർഡ് എന്താണ്, ഒരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള എക്സ്പെൻസ് ആണ്. അപ്പൊ ക്യാരേജ് ഇൻവേർഡ് എന്ത് ചെയ്യണം, നമ്മൾ ഒരു 1,000 രൂപ എഴുതണം. സോ ക്യാരേജ് ഇൻവേർഡ് നമ്മൾ 1,000 രൂപ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എക്സ്പെൻസ് സൈഡിൽ നിന്ന് എല്ലാ ട്രേഡിംഗ് അക്കൗണ്ടിൽ വരാൻ സാധ്യതയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എഴുതി കഴിഞ്ഞിട്ടുണ്ട്. സോ ഇനി നമുക്ക് ക്രെഡിറ്റ് സൈഡിൽ നോക്കുക. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സെയിൽസ് കാണാൻ വേണ്ടി പറ്റും 64,000 രൂപ. സോ സെയിൽസ് നമ്മൾ 64,000 രൂപ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ അഡ്ജസ്റ്റ്മെന്റ് ക്ലോസിംഗ് സ്റ്റോക്ക് 12,000 കൊടുത്തിട്ടുണ്ട്. ആ ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ അതേപോലെ എഴുതിയിട്ടുണ്ട്. ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ 76,000 രൂപ കിട്ടും. നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് ക്യാരി ഡൗൺ 10,000 രൂപ. ഈ ഗ്രോസ് പ്രോഫിറ്റ് നമ്മൾ P&L അക്കൗണ്ടിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ബ്രോ ഡൗൺ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള P&L അക്കൗണ്ട് ആണ്. P&L അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണ് P&L അക്കൗണ്ട് വരുന്നത് നോക്കുക. ഇൻഷുറൻസ് ഉണ്ട് 3,000 രൂപ. അപ്പൊ ഇൻഷുറൻസിന് എന്തുണ്ട്, പ്രീപെയ്ഡ് ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ലെസ് ചെയ്യണം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇൻഷുറൻസ് 3,000 ലെസ് പ്രീപെയ്ഡ് ഇൻഷുറൻസ് 1,000, അപ്പൊ 2,000 രൂപ കിട്ടി. ദെൻ നമുക്ക് നോക്കാം അടുത്തത് വന്നിട്ട് കമ്മീഷൻ ആണ് 1,500, ഇൻട്രസ്റ്റ് 2,500. സോ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കമ്മീഷൻ 1,500, ഇൻട്രസ്റ്റ് 2,500 എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ക്യാരേജ് ഔട്ട്വേർഡ് P&L 3,000 തന്നിട്ടുണ്ട്. സോ ക്യാരേജ് ഔട്ട്വേർഡ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, P&L 3,000 രൂപ എഴുതിയിട്ടുണ്ട്. സോ 3,000 രൂപ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. ശേഷം നമ്മൾ ഡിപ്രിസിയേഷൻ മെഷീനറി എന്ന് പറഞ്ഞിട്ട് 10% കൊടുത്തിട്ടുണ്ട്. ആ ഡിപ്രിസിയേഷൻ നമുക്ക് എങ്ങോട്ട് കൊണ്ടുവരണം, P&L അക്കൗണ്ടിൽ നമ്മൾ ഡിപ്രിസിയേഷൻ കാണിക്കണം. സോ ഡിപ്രിസിയേഷൻ ഫർണിച്ചർ 10% പറഞ്ഞിരിക്കുന്നത്. 15,000 രൂപയാണ് നമ്മളുടെ ഫർണിച്ചറിന്റെ വാല്യൂ എന്ന് പറയുന്നത്. ആ 15,000 രൂപ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ 15,000 രൂപയുടെ 10% 1,500 നമ്മൾ എന്ത് ചെയ്തു, ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്തു. നമുക്ക് ഇൻകം സൈഡിൽ വരുന്ന സമയത്ത് നമുക്ക് ഡിസ്കൗണ്ട് റിസീവ്ഡ് മാത്രമേ ഉള്ളൂ. ആ 1,000 രൂപ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്കൗണ്ട് റിസീവ്ഡ് എന്ന് പറഞ്ഞിട്ട് നമ്മളെ P&Lന്റെ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ എഴുതിയിട്ടുണ്ട്. സോ നമ്മൾ ബാലൻസ് ചെയ്യുന്ന സമയത്ത് 11,000 രൂപയാണ്. നെറ്റ് പ്രോഫിറ്റ് ട്രാൻസ്ഫർ ടു ക്യാപിറ്റൽ നമുക്ക് 500 രൂപയാണ് കിട്ടുന്നത്. ഇനി ഡയറക്റ്റ് ആയിട്ട് നമ്മൾ മൂവ് ഓൺ ചെയ്യാൻ വേണ്ടി പോകുന്നത് എങ്ങോട്ടാണ്, നമ്മുടെ ബാലൻസ് ഷീറ്റിലേക്കാണ്. ബാലൻസ് ഷീറ്റിലേക്ക് പോകുമ്പോൾ ആദ്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ അഡ്ജസ്റ്റ്മെന്റ് എഴുതി വെക്കാം. സോ അഡ്ജസ്റ്റ്മെന്റിൽ എന്തൊക്കെ ഉണ്ട്, നമുക്ക് വേജസ് ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ട് ലയബിലിറ്റി ആയിട്ട്, അതുപോലെ ഇൻഷുറൻസ് പ്രീപെയ്ഡ് നമുക്കൊരു അസറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്കും അസറ്റ് ആയിട്ടുണ്ട്. അത് മൂന്നും നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം തന്നെ കൊണ്ടുവരാം. പ്രീപെയ്ഡ് ഇൻഷുറൻസ് നമുക്ക് 1,000 അസറ്റ് ആണ്. ക്ലോസിംഗ് സ്റ്റോക്ക് 12,000 നമുക്ക് അസറ്റ് ആണ്. വേജസ് ഔട്ട്സ്റ്റാൻഡിംഗ് 1,000 ഉണ്ട്, ഒരു ലയബിലിറ്റി ആയിട്ടുണ്ട്. ഇനി ബാലൻസ് ഷീറ്റിലേക്ക് നേരെ വരിക. ബാലൻസ് ഷീറ്റിലേക്ക് വരുന്ന സമയത്ത് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ക്യാഷ് ഇൻ ഹാൻഡ് 5,000 ഉണ്ട്. അതുപോലെ ഡെറ്റേഴ്സ് 5,000 ഉണ്ട്. അതുപോലെ ബിൽ റിസീവ്ഡ് 2,000 ഉണ്ട്. ഇത് മൂന്നും എന്ത് ചെയ്യണം, കൊണ്ടുവരണം. സോ നമുക്ക് കൊണ്ടുവരാം. ക്യാഷ് ഇൻ ഹാൻഡ് 5,000, ഡെറ്റേഴ്സ് 5,000, ബിൽ റിസീവ്ഡ് 2,000 കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫിക്സ്ഡ് അസറ്റിലേക്ക് പോകാം. ഫിക്സ്ഡ് അസറ്റിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് 2 ഐറ്റമാണ് അവിടെ ഉള്ളത്, ഇൻവെസ്റ്റ്മെന്റും അതുപോലെ ഫർണിച്ചറും. സോ ഇൻവെസ്റ്റ്മെന്റും ഫർണിച്ചറും ചെയ്ത സമയത്ത് ഇൻവെസ്റ്റ്മെന്റ് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ 12,000 കൊണ്ടുവന്നു. ഫർണിച്ചർ നമ്മൾ എന്ത് കുറയ്ക്കണം, ഡിപ്രിസിയേഷൻ മൈനസ് ചെയ്യണം. സോ അത് കുറച്ചുള്ള എമൗണ്ട് നമ്മൾ എന്ത് ചെയ്തു, 13,500 രൂപ എഴുതി. ദെൻ നമുക്ക് ലയബിലിറ്റി സൈഡിലേക്ക് വരുന്ന സമയത്ത് ഇനി നമുക്ക് എഴുതാൻ വേണ്ടിയിട്ടുള്ള എന്താണ്, നമുക്കിവിടെ ക്രെഡിറ്റേഴ്സ് ആൻഡ് ബിൽസ് പേയബിൾ ഉണ്ട് 4,000, 5,000. സോ ആ 4,000, 5,000 നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ബിൽസ് പേയബിൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ 5,000 എഴുതിയിട്ടുണ്ട്, ക്രെഡിറ്റേഴ്സ് 4,000 എഴുതിയിട്ടുണ്ട്. ലാസ്റ്റ് വൺ ക്യാപിറ്റലാണ്. ക്യാപിറ്റൽ നമുക്ക് 40,000 രൂപയാണ് ഉള്ളത് അല്ലേ. ക്യാപിറ്റൽ നമുക്ക് എന്തുണ്ട്, 40,000 രൂപയുണ്ട്. സോ ആ 40,000 രൂപ കൊണ്ടുവന്നു. ആഡ് ചെയ്യണം എന്ത്, നമ്മൾ നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്യണം. സോ നമുക്ക് 40,500 രൂപ കിട്ടും. സോ എല്ലാം ടോട്ടൽ ചെയ്യുന്ന സമയത്ത് 50,500 രൂപയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, നമ്മളുടെ ബാലൻസ് ഷീറ്റിന്റെ ടോട്ടലായിട്ട് എന്ത് ചെയ്യുന്നത് നമുക്ക് കിട്ടുന്നത്. സോ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ഷീറ്റ് നോക്കുന്നത്. അഡ്ജസ്റ്റ്മെന്റ് എല്ലാം നോക്കണം. സോ ഇങ്ങനെ ഓരോന്നും ടിക്ക് ചെയ്ത് പോകുന്ന സമയത്ത് നമുക്ക് ഒന്നും വിട്ടുപോയിട്ടില്ല എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി സാധിക്കും. നിങ്ങൾക്ക് P&L അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ഇങ്ങനെ ഏത് രീതിയിലാണ് പ്രിപ്പയർ ചെയ്തത് പെട്ടെന്ന് മനസ്സിലാക്കി വിചാരിക്കണം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, കമന്റ് ബോക്സിൽ പറയാം, നമുക്ക് എന്ത് ചെയ്യാം, ക്ലിയർ ചെയ്യാം. സോ താങ്ക് യു സോ മച്ച്.